അത്തരം രൂപത്തിലേക്കുള്ള കുറ്റവാളിയല്ലേ, ആ കുറ്റമല്ലേ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർ, നമ്മുടെ രാജ്യത്തുള്ള കുറെ പത്രമാധ്യമങ്ങൾ കൂട്ടുപിടിച്ചുകൊണ്ട് എന്തും പറയുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സർ, CPM സംസ്ഥാന സമ്മേളനത്തിൽ നവകേരളത്തെ നയിക്കാൻ പുതുവഴികൾ എന്നൊരു രേഖ അവതരിപ്പിച്ചു. ആ രേഖ ചർച്ചയ്ക്ക് ശേഷം സമ്പുഷ്ടമാക്കിക്കൊണ്ട് കേരള സമൂഹത്തിന് മുമ്പിലേക്ക് വരികയാണ്. അതിന്റെ പരാമർശം വന്നപ്പോൾ നമ്മുടെ ചില പത്രമാധ്യമങ്ങളും ആ പത്രങ്ങളൊക്കെ ചില കാര്യങ്ങൾ എഴുതി. അത് ഏറ്റുപിടിച്ചുകൊണ്ട് UDF-ന്റെ നേതാക്കന്മാർ പ്രസ്താവന പുറപ്പെടുവിച്ചു. നമുക്കറിയാം, നമ്മുടെ പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പത്രങ്ങളാണ് UDF-ന്റെ വഴികാട്ടി. നമ്മുടെ പ്രതിപക്ഷ നേതാവും അന്ന് അത് ഏറ്റുപിടിച്ചു. സർ, മനോരമ പത്രം ഒരു കാര്യം പറഞ്ഞാൽ, ഞങ്ങളെപ്പറ്റി നല്ലത് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ് ഞങ്ങളുടെ നേതാവായിരുന്ന സഖാവ് EMS പറഞ്ഞത്. ഇവിടെ ബഹുമാനപ്പെട്ട ലത്തീഫ് EMS-നെ കോട്ട് ചെയ്യുകയുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ EMS-നെ ഇവിടെ കോട്ട് ചെയ്തത്. സർ, പൊതുമേഖലയെ സംബന്ധിച്ച് ഒരു പരാമർശം രേഖയ്ക്കകത്തുണ്ട്. അതിതാണ്: പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ യാതൊരു തരത്തിലുള്ള പുനരുദ്ധാരണത്തിനും കഴിയാത്ത സ്ഥാപനങ്ങളെ PPP അടിസ്ഥാനത്തിൽ ക്രമീകരിക്കാനുള്ള സാധ്യതകൾ ആരായുന്നതാണ്. താൽപര്യമുള്ളവർക്ക് നടത്തിക്കൊണ്ടു പോകുന്നതിന് വ്യക്തമായ നിബന്ധനകളോടുകൂടി കരാറിന്റെ അടിസ്ഥാനത്തിൽ കൂടിയുള്ള കരാറിന്റെ അടിസ്ഥാനത്തിൽ കാര്യം പുനഃപരിശോധിക്കും. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. നടപ്പിലാക്കുന്നു പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ടില്ല. അത് പരിശോധിക്കും, ചർച്ച ചെയ്യും. ഇതാദ്യം പറയുന്ന സർ 2006 ഗവൺമെന്റ് ശ്രമം നടത്തിയതല്ലേ, ഞാനത് ആവർത്തിക്കുന്നില്ല. ഇതാണ് രേഖയിൽ പറഞ്ഞത്. കാള പറ്റുമെന്ന് കേട്ടപ്പോ കയറെടുക്കുന്ന സമീപനമാണ് നമ്മുടെ ചില പത്രങ്ങൾക്കും അതിന് പിന്തുണയ്ക്കുന്ന സമീപനമാണ് ഇവിടുത്തെ UDF-ന്റെ നേതാക്കന്മാർക്കും എന്ന് നമുക്കറിയാം. സർ, നമ്മുടെ UDF-ന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കോൺഗ്രസ് ആണ് യഥാർത്ഥ ഇടതുപക്ഷമെന്നാണ്. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തമാശയായിട്ട് ഞങ്ങൾ അതിനെപ്പറ്റി കാണുന്നുള്ളൂ. സർ, കോൺഗ്രസിന്റെ കഴിഞ്ഞ സമീപനം എന്താ? ഈ പൊതുമേഖല വിൽക്കാൻ വേണ്ടി കമ്മിറ്റി ഉണ്ടാക്കിയവരല്ലേ നിങ്ങൾ? ചൗധരി കമ്മിറ്റി. പൊതുമേഖല കമ്മിറ്റി ഉണ്ടാക്കുകയല്ല. ഞാൻ ഒരു ഉദാഹരണം പറയാം. കോഴിക്കോട്ട് കോട്ടൺ മില്ല് വിറ്റ് അഡ്വാൻസ് വാങ്ങിയവരാണ് നിങ്ങൾ. ആ കോട്ടൺ മില്ല് ഇപ്പോ അതിമനോഹരമായ രൂപത്തിലേക്ക് പ്രവർത്തിക്കുന്നു. ഈ അനുഭവം കൊണ്ടാണ് കേരളം കേന്ദ്ര ഗവൺമെന്റ് വിൽക്കാൻ വെച്ച സ്ഥാപനം അത് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ പേപ്പർ മില്ല് നടത്തിയ മാതൃക കാണിച്ച സംസ്ഥാനമാണ് കേരളം. ഞങ്ങൾക്ക് പൊതുമേഖലയുമായ ഒരു സമീപനമുണ്ട്. ഞങ്ങളുടെ രേഖയ്ക്കകത്ത് പരാമർശിക്കപ്പെട്ട വിഷയം ഒരു കാരണവശാലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം PPP അടിസ്ഥാനം നടത്താൻ കഴിയുമെങ്കിൽ അത് പരിശോധിക്കാം എന്ന് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ പറയാണ് ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം നമ്മുടെ രാജ്യത്തുള്ളത്. ഞാൻ ഇതിൽ കടക്കാൻ